ഹായ്, ഞാൻ ഒത്തിരി നാളായി ഒരു വീണ്ടും ഞാൻ ശരിക്കും ഒത്തിരി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. കുറച്ച് നാളായിട്ട് ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് തിരക്കുകളായിരുന്നു. ഞാൻ ഇന്ന് വന്നേക്കണത് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ മെഡിക്കൽ ശാസ്ത്ര രംഗത്ത് ഞങ്ങൾ പഠിച്ചിരുന്നത് ജീവിതശൈലി രോഗങ്ങളൊക്കെ കാണുകയും അതിനുള്ള മെഡിസിൻ കൊടുക്കുകയും ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക്. പക്ഷേ ഈ ഫാറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇത് അലിയിച്ച് കളയാൻ ഞങ്ങൾക്ക് മാർഗമില്ല. എല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് മുഖാന്തരം വന്നു ചേരുന്ന എക്സസ് വെയിറ്റ് ആണ്. തെറ്റായ ജീവിതശൈലി ഭക്ഷണ രീതിയിലൂടെ കടന്നു വരുന്ന എക്സസ് വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ അവനവൻ തന്നെ തീരുമാനിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് വിറ്റാമിൻസും മിനറൽസും ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഹെൽത്തി ആവേണ്ടത്. അതിന് പകരം ജങ്ക് ഫുഡും കാര്യങ്ങളിലേക്കിടെ മുമ്പിലേക്ക് പോയി മനുഷ്യൻ രോഗിയായി തീരുന്നു. ആ അവസ്ഥയിൽ മാറ്റം വരണമെങ്കിൽ അവനവൻ തീരുമാനിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു തിരിച്ചറിവായിട്ട് തോന്നി. അതുമാത്രമല്ല, ഇതിന് വേണ്ടത് എക്സസൈസ് ഓറിയന്റഡ് ലൈഫാണ്. ഇത് കൂടാതെ ഞാൻ വേറൊരു ഡോക്ടറുടെ ഒരു അനുഭവക്കുറിപ്പ് കേൾക്കാനിടയായി. അതിൽ പറയണത് വെച്ച് കഴിഞ്ഞാൽ, തെറ്റായ ജീവിതശൈലിയിലൂടെ ആർജിച്ച എക്സസ് വെയിറ്റും അതുപോലെ തന്നെ ഫാറ്റ് ലെവലുകളും ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറുവാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്ത തെറ്റായ ഡയറ്റിലൂടെ വെയിറ്റ് കുറയ്ക്കാനും കൂട്ടാനും ട്രൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലും മരണപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്, അവർ ഇന്റേണൽ ഓർഗൻസൊക്കെ ചിലരെ ചെറുതായും ചിലരെ അബ്നോർമൽ കണ്ടീഷനിലേക്ക് വന്നു ഇതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു വളരെ ഡേഞ്ചർ സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക, അതുപോലെ എക്സസൈസ് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഞാൻ എൻ്റെ രാവിലത്തെ എക്സസൈസ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. നിങ്ങൾ നോക്കൂ, എൻ്റെ പേര് റോബിൻ റാഫേൽ, വയസ്സ് 51. കണ്ടാൽ എങ്ങനെ തോന്നുന്നത്? 51 തോന്നുന്ന ഞാനും എൻ്റെ കൊച്ചും കൂടി വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ പറയും, മോളെ, ആളുകൾ വിചാരിക്കും ഞാനേതോ പെൺകൊച്ചിനെ കൊണ്ട് പോകാമെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കാം. മോൻ എന്നേക്കാളും ഹൈറ്റാ, എൻ്റെ അത്ര വണ്ണില്ല. ഞാനെങ്ങനെയാണ്, അവന് കുറച്ചുകൂടി വെയിറ്റ് കയറാനുണ്ട്. ഞാനും ഭാര്യയും കൂടി പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയും, അറിയാൻ പാടില്ലാത്ത ഏരിയയിലാണെങ്കിൽ അവരുടെ ആളുകളുടെ വിചാരം ഇതേതോ എന്താ പറയുക, അവർക്ക് കൺഫ്യൂഷനാ. ഭാര്യയും ഭർത്താവും പോണ പോലെ അവർക്ക് ഫീൽ ചെയ്യില്ല ചിലപ്പോൾ. നമ്മളൊരു ഡ്രസ് കോഡൊക്കെ അതുപോലെ അടിപൊളിയായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ കോളേജ് പിള്ളേർ പോണ പോലെ ആയിരിക്കും പോണത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ട്.